ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഹൗ ടു സ്കോർ മാക്സിമം മാർക്സ് ഇൻ CUT അണ്ടർ 30 ഡേയ്സ്, അതായത് 30 ദിവസം കൊണ്ട് ഈ കുറച്ച് ദിവസങ്ങളല്ലേ എക്സാമിനുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ മാക്സിമം സ്കോർ നേടാം എന്നതിനെ കുറിച്ചാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ എന്താണ് നമ്മുടെ ഒരു CUT ബേസിക്സ് ആയിട്ട് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാവരും പറയുന്നത് കേട്ടില്ലേ, എന്താണ് ഇതിൻ്റെ സിലബസ് എന്താണ്, സെയിം NCERTൻ്റെ +2ൻ്റെ സിലബസാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മലയാളീസിന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ? എല്ലാവരും സെയിം സിലബസ് ആണെന്ന് പറയും, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു 50,000 അപേക്ഷകരുണ്ടെന്ന് CUT എക്സാമിന് കേരളത്തിൽ നിന്ന്. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, 1,000 പേര് പോലും ഈ എക്സാം ക്ലിയർ ചെയ്യാറില്ല. കാരണം എന്താണ്, അവർ വിചാരിക്കുന്നത് സിലബസ് സെയിം ആണ്. അതായത് +2ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് സിലബസ്. പക്ഷേ എന്താണ് അതിൽ മെയിനായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇത് എന്താണ് ഒരേ എക്സാം അല്ല അല്ലേ. അതായത് എക്സാം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ നമ്മൾ +2ന് എങ്ങനെയാണ് പഠിക്കുക, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണല്ലോ പഠിക്കുക. എന്നാലോ CUETയിൽ ഒരു നാഷണൽ ലെവൽ എക്സാം അല്ലേ, അത് എന്താണ് ഒരു ഒബ്ജക്റ്റീവ് രീതിയിലാണ് പഠിക്കുക. അതായത് സബ്ജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളെ കേരളത്തിലുള്ള സ്റ്റുഡൻസ് +2ൽ റിപ്പീറ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ഒരേ രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിക്കുന്നത്, അതിന് ഉത്തരങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നത്, അങ്ങനെ റൈറ്റ് ചെയ്യുകയാണല്ലോ എക്സാം. അപ്പോൾ അവർക്ക് മിക്കവാറും ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഇവർക്ക് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് വളരെ കുറഞ്ഞ മാർക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, സിലബസ് ഒന്നാണെന്ന് വെച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. എന്താണ്, എക്സാം ഒരേ രീതിയിലല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ എജുബ്ലിസ് ലേണിംഗ് ആപ്പിൽ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളുണ്ട്. അതിലൂടെ നമ്മുടെ സ്റ്റുഡൻസ് മനസ്സിലാക്കുന്നതാണ് എക്സാം സെയിം അല്ല എന്നുള്ളത്. അപ്പോൾ ഈ CUTയിൽ നമ്മളിപ്പോൾ ഡൊമൈൻ സബ്ജക്ട്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതായത് ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, സയൻസ് ആണെങ്കിൽ, കൊമേഴ്സ് ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് അങ്ങനെയുള്ളതുണ്ടാവും. ഓക്കെ, ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും, അതുപോലുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. സോ അതിലൊക്കെ എന്താണ് ഡൊമൈൻസ് നമ്മൾ +2ൽ പഠിച്ചത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എവിടെയാണ്, സ്റ്റഡി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റഡി ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മോസ്റ്റ്. അതായത് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഈ എക്സാമിന് ചോദിക്കുന്ന ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നമ്മൾ +2ൽ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണോ? അല്ല. നല്ല രീതിയിൽ ഗ്രാമർ, അതുപോലെ റീഡിങ് കോംപ്രിഹെൻഷൻ, അങ്ങനത്തെ സംഭവങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ആണെങ്കിലോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്താണ് ഉണ്ടാവുക, ലോജിക്കൽ റീസണിങ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ കറണ്ട് അഫെയർസ്, ജനറൽ നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു സാധാ +2 കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുന്നതാണോ? അപ്പോൾ ഇതെന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ എന്താണ്, മോക്ക് ടെസ്റ്റുകൾ. അതായത് മോക്ക് ടെസ്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. അവിടെ ഇവിടെയുള്ള മോക്ക് ടെസ്റ്റുകളല്ല ചെയ്ത് നോക്കേണ്ടത്. ഈ എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടും. നമ്മുടെ എജുബ്ലിസ് ലേണിംഗ് ആപ്പിൽ ഒരു 300+ സ്റ്റുഡൻസ് ഇപ്പോൾ CUT NCERT എക്സാംസിനൊക്കെ പഠിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് എന്താണ്, അവർ എക്സ്പേർട്ടായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതോടുകൂടി അവർക്ക് സ്കോർ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണ്, ദർ ഈസ് നോ സീക്രട്ട്. എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് വെച്ചാൽ എന്താണ്, പ്രാക്ടീസ്. അതായത് മാക്സിമം നമ്മൾ ക്ലാസ്സുകൾ കാണുക, അതായത് പ്രോപ്പറായിട്ടുള്ള ഈ എക്സാമിന് വേണ്ടി രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണുക. അതിൻ്റെ കൂടെ എന്താണ്, മാക്സിമം ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ എന്താണ്, ദ പവർ ഓഫ് മോക്ക് ടെസ്റ്റ്. നമ്മൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം സ്കോറ് നമുക്ക് കൂട്ടാൻ പറ്റും. അതെങ്ങനെയാണ്, അതായത് ഒരു സ്ട്രാറ്റജി പറഞ്ഞാൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് 1 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഡെയിലി ടു ബിൽഡ് എക്സാം സ്റ്റാമിന. അതായത് ഡെയിലി നമ്മൾ എന്തായിരിക്കണം, ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മൾ എജുബ്ലിസ് ലേണിംഗ് ആപ്പിലുള്ള കുറച്ച് മോക്ക് ടെസ്റ്റുകൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, NCERT CUT ജനറൽ ടെസ്റ്റിൻ്റെ
ആപ്പിലുള്ള ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ലോജിക്കൽ റീസണിങ് എടുക്കുക. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിന് ഇതാ ഇഷ്ടം പോലെ ടെസ്റ്റുകളുണ്ട്. എന്തൊക്കെ ടോപ്പിക്സ് ആണുള്ളത്? ഓഡ് വൺ ഔട്ട് ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, അനലോജി ഉണ്ട്, റാങ്ക് ആൻഡ് പൊസിഷൻ, വിഷ്വൽ റീസണിങ്, ആവറേജ്, ഇങ്ങനെ ഇഷ്ടം പോലെ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആപ്പിൽ സെറ്റ് ചെയ്ത രീതി എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള ടെസ്റ്റുകൾ, കുറച്ച് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, കുറച്ച് ഈസി ആയിട്ടുള്ള ടെസ്റ്റുകൾ. ഇത് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ ആവറേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ കുട്ടികൾ ദിവസവും ചെയ്താൽ അവരെ സ്കോർ എന്താവും, ഇമ്പ്രൂവ് ആവും. അവർക്ക് ചെക്ക് ആൻസേഴ്സ് കൊടുത്താൽ എന്താണ്, അവിടെ തന്നെ എന്ത് കാണാൻ പറ്റും, അവർക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻസ് വരെ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് എന്ത്, ടോപ്പിക് വൈസ്. ഓക്കെ, പിന്നെ ഈ രീതിയിലാണ് വരുന്നത് ലോജിക്കൽ റീസണിങ്ങിലെ ഫൗണ്ടേഷൻ ടെസ്റ്റ്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ട്. അത് ഇതേ രീതിയിൽ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ വരിക. പിന്നീട് വരുന്നത് എന്താണ്, ഈ ഇതിൽ പറഞ്ഞു കേട്ടില്ലേ, അതായത് അറ്റംപ്റ്റ് 1 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഡെയിലി ടു ബിൽഡ്. അതായത് എന്താണ്, ഡെയിലി നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം. ഇത് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ. പിന്നെ മെഗാ ടെസ്റ്റ് ഉണ്ട്. മെഗാ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറിജിനൽ CUT-ൻ്റെ എക്സാം എങ്ങനെയാണോ അതിലുള്ള അതേ രീതിയിലുള്ള എക്സാംസാണ് ഇത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള PYQ ടെസ്റ്റുകൾ. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ 2024 ഇതാണ്. ഇതെന്ന് വെച്ചാൽ അതായത് ഉദാഹരണത്തിന് യഥാർത്ഥ CUT എക്സാമിൽ എങ്ങനെയാണോ എക്സാംസ് ചോദിക്കുന്നത് അതേ രീതിയിലാണ് നമ്മളെ ആപ്പിലുള്ളത്. അതായത് ചോദ്യമുണ്ട്, അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്നാമത്തെ ചോദ്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 40ാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ആ രീതിയിലാണ് നമ്മുടെ ആപ്പിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം നിരന്തരമായിട്ട് പ്രോപ്പറായിട്ട് ഇതുപോലെ ടെസ്റ്റുകൾ ചെയ്താൽ എന്താണ്, നിങ്ങൾക്ക് സ്കോർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് നമ്മുടെ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിയൽ എക്സാം സിമുലേഷൻസ് ആണ്. എന്താണ്, എക്സ്പീരിയൻസ് ദി ആക്ച്വൽ CUT ഇൻ്റർഫേസ് ആൻഡ് ടൈം പ്രഷർ ബിഫോർ ദി ബിഗ് ഡേ. അതായത് യഥാർത്ഥ എക്സാമിന് മുമ്പ് നമ്മൾ എന്താണ് ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ കിട്ടും. എന്തുകൊണ്ടാണ് എക്സാംസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്, ഐഡൻറ്റിഫൈ യുവർ ഗ്യാപ്സ്, ഇൻസ്റ്റൻ്റ്ലി ട്രാക്ക് വീക്ക് ഏരിയാസ് ഇൻ ലാംഗ്വേജ്, ഡൊമൈൻ സബ്ജക്റ്റ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ നമ്മളെ ആപ്പിൽ ജസ്റ്റ് ജനറൽ ടെസ്റ്റിൻ്റെ മാത്രമല്ല, എന്തിൻ്റെ ഉണ്ട്, ഡൊമൈൻ സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സയൻസ് ആണെങ്കിൽ CUT UG സയൻസ് ആണ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഇഷ്ടം പോലെ ടെസ്റ്റുകളുണ്ട്. നമുക്കിവിടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഫിസിക്സിന് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകളുണ്ട്. കറണ്ട്, ഇലക്ട്രിസിറ്റി, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, പല ടോപ്പിക്സിനും ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടം പോലെയുള്ള ടെസ്റ്റുകളുണ്ട്. ഫിസിക്സിൻ്റെ ഉണ്ട്, അപ്ലൈഡ് മാത്സ് ഉണ്ട്, അതുപോലെ ബയോളജി ഉണ്ട്, പ്യുവർ മാത്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, PYQ ടെസ്റ്റുകളായിട്ടുള്ള മെഗാ ടെസ്റ്റുകളും ടോപ്പിക് വൈസ് ടെസ്റ്റുകളൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള മെച്ചം എന്താണ്, നിങ്ങൾക്ക് സ്കോർ നല്ല രീതിയിൽ കൂടാൻ പറ്റും. എങ്ങനെയാണ്, ഗെറ്റ് ഡീറ്റെയിൽഡ് AI ഡ്രിവൺ ഇൻസൈറ്റ് ഇൻ ടു യുവർ ആക്യുറസി ആൻഡ് സ്പീഡ്. അതുപോലെ തന്നെ നമ്മളെ ആപ്പിൽ നിങ്ങൾ എക്സാംസ് ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ നിങ്ങൾക്ക് പെർഫോമൻസ്, നിങ്ങളെ സ്കോർ വീണ്ടും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കോർ മുന്നിലെത്താൻ പറ്റും. അതായത് ലീഡർ ബോർഡിൽ നിങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റുകൾ നിരന്തരം ചെയ്യുന്നതോടുകൂടിയാണ് അതായത് നമ്മുടെ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ കാണുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ലീഡർ ബോർഡ്സ് ഉണ്ട്. ഈ ലീഡർ ബോർഡിൽ നിങ്ങൾക്ക് എന്താണ് വീക്കിലി, മന്ത്ലി, ഇയർലി മുന്നോട്ടെത്താൻ പറ്റും. നിരന്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കെമിസ്ട്രിയുടെ ക്ലാസ്സുകളാണെങ്കിൽ ഈ രീതിയിൽ അടിപൊളി ക്ലാസ്സുകൾ നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. അതായത് ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിലും ടെസ്റ്റുകളും അതുപോലെ തന്നെ ടീച്ചിങ്, അതായത് ടെസ്റ്റുകൾ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഈ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ ഉദാഹരണത്തിന് HCF ആൻഡ് LCF. അപ്പോൾ നമ്മുടെ ആപ്പിൽ A to Z ക്ലാസ്സുകളും അവൈലബിൾ ആണ്. പിന്നെ ജസ്റ്റ് ക്ലാസ്സുകൾക്കപ്പുറം ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് എക്സ്പേർട്ടായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ടെസ്റ്റുകളും കൂടി ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ എന്താണ്, സിലബസ് ഒന്നാണ് എന്നുള്ള ട്രാപ്പിൽ നമ്മൾ ഒരിക്കലും പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്?
ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ സിലബസ് ഒന്നാണെന്നുള്ള ട്രാപ്പിൽ പെടണ്ട. കാരണം സിലബസ് ഒന്നാണെങ്കിൽ അത് ട്രാപ്പാണ്. എന്താണ്, അതൊരേ എക്സാം അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. കാരണം ഒരേ സാധനത്തിന് ഈ NTA നടത്തുന്ന എക്സാമിനെ വേറെ രീതിയിലാണ് അവർ നോക്കിക്കാണുന്നത്. സോ ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ എന്താണ്, നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പ്രാക്ടീസ് സെഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ട് ഓരോ ടോപ്പിക്കും അത് കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സ്കോർ നല്ല രീതിയിൽ സൂപ്പർ ചാർജായിട്ട് ഇമ്പ്രൂവ് ആകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡെയിലി ഒരു മിനിമം ഒരു 4-5 മണിക്കൂർ എങ്കിലും മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുകയും കൃത്യമായിട്ട് ഈ CUET എക്സാമിൻ്റേതായ രീതിയിൽ ക്ലാസ്സുകൾ കാണുകയും കൃത്യമായിട്ട് റിയൽ എക്സാം സിമുലേഷൻസിൽ ഏർപ്പെടുകയും ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് സ്കോറ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. അല്ലാതെ നിങ്ങൾ ഞാൻ +2 പഠിച്ചതാണെന്നുള്ള പലരും പറയുന്നത് കേട്ടിട്ട് അതേ രീതിയിൽ ജസ്റ്റ് എക്സാം എഴുതി പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും CUET ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അവസാനം നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സാധാ കോളേജിൽ പഠിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പേഴ്സ്, വാട്സപ്പ് നമ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോച്ചിങ്ങിന് ഫീ വരുന്നത് ജസ്റ്റ് 3500 രൂപ മാത്രമാണ് 30 ഡേയ്സിന്. സോ ഇതിൽ എൻറോൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അടിപൊളി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക് യു.